ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലോ. ഇപ്പോൾ ഡേ 25 നമ്മൾ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് രണ്ട് മെത്തേഡുകൾ പഠിച്ചു. രണ്ട് മെത്തേഡുകളും വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാനും അതുപോലെ തന്നെ ഓർമ്മിക്കാനൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും അതിൽ ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ മിസ്റ്റേക്ക് വരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള പ്രാക്ടീസ് സെക്ഷനാണ് നമ്മൾ 1ഉം 2ലും മനസ്സിലാക്കിയത്. അവിടെ നമ്മൾ പാസീവ് വോയിസ് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഈ പാഠത്തിലൂടെ നമ്മൾ പാസീവ് വോയിസ് കൂടി മനസ്സിലാക്കുക. അതിനർത്ഥം ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നോൺ ആക്ഷൻ സെന്റൻസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാക്ടീസ് സെക്ഷനാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് മെത്തേഡാണ്. തീർച്ചയായും നിങ്ങളിത് മനസ്സിലാക്കി നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്. ഇവിടെ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒബ്ജക്റ്റിലാണ് നമ്മൾ എപ്പോഴും പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മളൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണെന്നും, ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒബ്ജക്റ്റ് ഒരു സെന്റൻസ് ആരംഭിക്കുകയാണെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പാസീവ് വോയിസ് ഉണ്ടാക്കാൻ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവണം. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ നോവൽ എന്നുള്ളതാണ്. അവിടെ നമ്മൾ വെർബ് എടുക്കുന്നത് എഴുതുക എന്നുള്ളതാണ്, റൈറ്റ് ആണ്. അപ്പോൾ പാസീവ് വോയിസിൽ നമ്മൾ V3 മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലെ? വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. അവിടെ സബ്ജക്റ്റിനെ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. കാണിക്കണമെങ്കിൽ നമ്മളൊരു ബൈ എഴുതി വേർതിരിച്ച് കാണിക്കാം എന്നുള്ളതാണ്. ഇവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസിൽ വരുമ്പോൾ അവസാനം നമ്മൾ ബൈ എഴുതി വേർതിരിച്ച് ഹീയുടെ ഒബ്ജക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഹിം എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ സെന്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ ഞാൻ ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എ നോവൽ ഈസ്, അത് കഴിഞ്ഞ് വെർബിന്റെ V3 ആണ് എഴുതുന്നത്, റിട്ടൺ. പിന്നെ ഞാൻ സബ്ജക്റ്റ് കാണിക്കണം നിർബന്ധമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ സബ്ജക്റ്റ് പറയുകയാണ് ബൈ എഴുതി വേർതിരിച്ച് ബൈ ഹിം എന്നുള്ളത്, അല്ലേ? എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം. അപ്പൊ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള 3 ടെൻസ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റ് വരികയാണെങ്കിൽ എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം, എ നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം, എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി ഫ്യൂച്ചർ വരികയാണെങ്കിൽ എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം, എ നോവൽ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. ഇനി നമ്മൾ മോഡൽ വെർബ്സ് വെച്ച് പറയുകയാണെങ്കിൽ എ നോവൽ മസ്റ്റ് ബി റിട്ടൺ ബൈ ഹിം. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. എ നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് സെന്റൻസുകൾ. ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതൊരു സെന്റൻസ് എടുത്താലും അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഉണ്ടാകും. എന്നിരുന്നാലും ഒരു ഭാഷ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആക്റ്റീവ് വോയിസുമായി ബന്ധപ്പെട്ട് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും പഠിച്ചു. അതിന്റെ ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് അത് പ്രാക്ടീസും ചെയ്തതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് പാസീവ് വോയിസിന്റെ അവസ്ഥ. വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നോട്ട് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെന്റൻസുകളെല്ലാം നെഗറ്റീവായി മാറും. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം എന്നുള്ളടത്ത് ഞാൻ അതിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ ഓക്സിലറി വെർബുകൾ കഴിഞ്ഞൊരു നോട്ട് മാത്രം ചേർത്താൽ മതി, ഇല്ലേ? ആക്റ്റീവ് വോയിസ് നമ്മൾ പറഞ്ഞതെന്തോ അത് തന്നെയാണ് പാസീവ് വോയിസിലും, ഒരു വ്യത്യാസമില്ല. എ നോവൽ ഈസ് നോട്ട് റിട്ടൺ ബൈ ഹിം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈസ് കഴിഞ്ഞൊരു നോട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി സെന്റൻസിന് ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. അടുത്ത നമുക്കറിയാം, ഈസ് ബീയിങ് എന്നുള്ളത് എങ്ങനെ പറയും? ഈസ് നോട്ട് ബീയിങ് എന്ന് പറയും, അല്ലേ? എ നോവൽ ഈസ് നോട്ട് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഹാസ് ബീൻ എന്നുള്ളത് നമുക്കറിയാം. ആക്റ്റീവ് വോയിസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഹാസ് കഴിഞ്ഞ് നമ്മൾ നോട്ട് കഴിഞ്ഞാണ് ബീൻ ചേർക്കുന്നത്, അല്ലെ? ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരേ ഒരു വ്യത്യാസം, സബ്ജക്റ്റിന് പകരം നമ്മൾ ഒബ്ജക്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും അതിനകത്തില്ല. അപ്പൊ എ നോവൽ ഹാസ് നോട്ട് ബീൻ റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. ഇനി പാസ്റ്റിൽ വരികയാണെങ്കിൽ എ നോവൽ വാസ് നോട്ട് റിട്ടൺ ബൈ ഹിം, എ നോവൽ വാസ് നോട്ട് ബീങ് റിട്ടൺ ബൈ ഹിം, എ നോവൽ ഹാഡ് നോട്ട് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി ഫ്യൂച്ചറിലെല്ലാം നമുക്കറിയാം, വില്ല് കഴിഞ്ഞ് നമ്മൾ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി. ഇവിടെ മസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നോട്ടാണ് ചേർക്കേണ്ടത്. എങ്ങനെ പറയും? എ നോവൽ വിൽ നോട്ട് ബി റിട്ടൺ ബൈ ഹിം, എ നോവൽ വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം, എ നോവൽ മസ്റ്റ് നോട്ട് ബി റിട്ടൺ ബൈ ഹിം, എ നോവൽ വിൽ നോട്ട് ബി ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഈസ് കഴിഞ്ഞും ഹാസ് കഴിഞ്ഞും വാസ് കഴിഞ്ഞും ഹാഡ് കഴിഞ്ഞും വില്ല് കഴിഞ്ഞും മസ്റ്റ് കഴിഞ്ഞും ഒരു നോട്ട് മാത്രം ചേർത്തപ്പോൾ ഈ പാസീവ് വോയിസ് സെന്റൻസുകളെല്ലാം നെഗറ്റീവായി മാറും. ഇനി അതുപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനും വളരെ എളുപ്പമാണ്. ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും yes or no ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് ആക്റ്റീവിലായാലും പാസീവിലായാലും. അത് കഴിഞ്ഞ് നമ്മൾ ആക്റ്റീവിലാണെങ്കിൽ സബ്ജക്റ്റ് പറയുക, പാസീവിലാണെങ്കിൽ ഒബ്ജക്റ്റ് പറയുക, അത് കഴിഞ്ഞ് വെർബ് പറയുക. ബാക്കിയുള്ളതെല്ലാം പറഞ്ഞ് അവസാനം ഒരു ചോദ്യചിഹ്നം ഇടുകയാണെങ്കിൽ yes or no ക്വസ്റ്റ്യൻസ് ആയി ആക്റ്റീവിലും പാസീവിലും.
വളരെ എളുപ്പമാണ്. അവിടെ സബ്ജക്റ്റ് വരെ ഒബ്ജക്റ്റ് വരുന്നതേ ഉള്ളൂ പാസീവ് വോയിസിൽ. ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ഒബ്ജക്റ്റ് വരും, സബ്ജക്റ്റ് വരുന്നു, ഓക്സിലറി വെർബ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് ഈസ് എന്ന ഓക്സിലറി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഈസ് എ നോവൽ അവിടെ ഒബ്ജക്റ്റിലാണ്. ആക്റ്റീവ് വോയിസ് ആയിരുന്നെങ്കിൽ ഈസ് മനു റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടെ ഒരു ചോദ്യചിഹ്നം കൂടെ നമ്മൾ ഇടേണ്ടതാണ്. അപ്പോഴേ എന്താണ് അത് പൂർത്തിയാവുകയുള്ളൂ. അടുത്ത നോക്കുകയാണെങ്കിൽ ഈസ് എ നോവൽ ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അടുത്ത നമ്മൾ നോക്കാം ഹാസ് എ നോവൽ ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. ഇവിടെ ഹാസ് കഴിഞ്ഞ് എന്താണ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞാണ് ബി. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബ് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം, അത് കഴിഞ്ഞ് നമ്മൾ വെർബ് എഴുതുന്നു, പിന്നെ എന്താണ് സബ്ജക്റ്റിനെ കാണിച്ചുകൊണ്ട് അവസാനം ഒരു ചോദ്യചിഹ്നം പാസീവ് വോയിസിൽ എസ് എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അടുത്ത പാസ്റ്റ് വരികയാണെങ്കിൽ എന്താണ് വാസ് എ നോവൽ റിട്ടൺ ബൈ ഹിം. പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് എ നോവൽ ബീയിങ് റിട്ടൺ ബൈ ഹിം, ഹാഡ് എ നോവൽ ബീയിങ് റിട്ടൺ ബൈ ഹിം അല്ലേ. ഇനി ഫ്യൂച്ചർ വരികയാണെങ്കിൽ വിൽ എ നോവൽ ബി റിട്ടൺ ബൈ ഹിം, will a novel have been written by him, must a novel be written by him, will a novel be being written by him എന്ന് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും പറയും. ഈ ഫ്യൂച്ചറിൽ വില്ല് കഴിഞ്ഞും അതുപോലെ തന്നെ മസ്റ്റ് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് എഴുതുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഈസും ഹാസും വാസും ഹാഡും കഴിഞ്ഞ് ഒബ്ജക്റ്റ് എഴുതി ബാക്കിയുള്ളതെല്ലാം എഴുതി വെർബ് കാണിച്ച് അവസാനം എന്താണ് സബ്ജക്റ്റിനെ കാണിച്ചുകൊണ്ട് ഒരു ചോദിച്ചിന് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്ന ക്വസ്റ്റ്യൻസ് ആയി എന്നുള്ളതാണ്. ഇത് പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് മെത്തേഡാണ്. അതുകൊണ്ടാണ് അവിടെ ഈസും ഈസ് ബീയിങ്ങും ഹാസ് ബീൻ ഒക്കെ വന്നത് അല്ലേ. പ്ലൂറലായിരുന്നെങ്കിൽ ആറും ആർ ബീയിങ് ഹാവ് ബീനും വന്നേനെ. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു നോക്കാം. ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു നോട്ട് മാത്രം ചേർക്കുക. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്സിലറി തുടങ്ങി എന്താണ് ഒബ്ജക്റ്റ് പറയുക എന്നുള്ളതാണ്. A novel is written by him, a novel is being written by him, a novel has been written by him, a novel was written by him, a novel was being written by him, a novel had been written by him. A novel will be written by him, a novel will have been written by him, a novel must be written by him, a novel will be being written by him. A novel is not written by him, a novel is not being written by him, a novel has not been written by him, a novel was not written by him, a novel was not being written by him, a novel had not been written by him. A novel will not be written by him, a novel will not have been written by him, a novel must not be written by him, a novel will not be being written by him. Is a novel written by him? Is a novel being written by him? Has a novel been written by him? Was a novel written by him? Was a novel being written by him? Had a novel been written by him? Will a novel be written by him? Will a novel have been written by him? Must a novel be written by him? Will a novel be being written by him? അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പാസീവ് വോയിസിൽ സിംഗുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ അതിലെന്താണ് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസും എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ ഒബ്ജക്റ്റ് പ്ലൂറലായി വരുമ്പോൾ പാസീവ് വോയിസിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടി മനസ്സിലാക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നോവൽസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് നോവൽസ് ആർ അല്ലേ. അവിടെ ഈസ് മാറി ആറാവും, ബാക്കിയൊന്നും മാറ്റമൊന്നുമില്ല. റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അടുത്ത ഈസ് ബീയിങ് എന്നുള്ളത് നമ്മൾ എന്തായി മാറും ആർ ബീയിങ് എന്നായി മാറും. സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നേരത്തെ എ നോവൽ ഈസ് റിട്ടൺ എന്നുള്ളത് ഇവിടെ നോവൽസ് ആർ റിട്ടൺ എന്നായി. നോവൽ ഈസ് ബീയിങ് റിട്ടൺ എന്നുള്ളത് ഇവിടെ നോവൽസ് ആർ ബീയിങ് റിട്ടൺ എന്നുള്ളതാണ്. ആകെ വ്യത്യാസം ഈസ് മാറി എന്താണ് ആറായി, ഈസ് ബീയിങ് മാറി ആർ ബീയിങ് ആയി. അതുപോലെ തന്നെ നമ്മൾ ഹാസ് ബീൻ മാറി എന്തായി ഹാവ് ബീൻ ആയി മാറും എന്നുള്ളതാണ്. എ നോവൽ ഹാസ് ബീൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഇവിടെ നോവൽസ് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റ് വരികയാണെങ്കിൽ അവിടെ വാസ് മാറി എന്താവും വേറായി മാറും. നേരത്തെ നമ്മൾ എ നോവൽ വാസ് റിട്ടൺ എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നോവൽസ് വേർ റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എ നോവൽ വാസ് ബീയിങ് എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നമ്മൾ പ്ലൂറൽ ആയതുകൊണ്ട് നോവൽസ് വേർ ബീയിങ് എന്നായി മാറും. എങ്ങനെ പറയും നോവൽസ് വേർ ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. ഇപ്പൊ സിംഗുലറും പ്ലൂറലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടെൻസുമായി ബന്ധപ്പെട്ട് അവിടെ വ്യത്യാസം വരുന്നത് ഈ 5 ടെൻസുകളിൽ മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും സബ്ജക്റ്റും ഒബ്ജക്റ്റും സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരു വ്യത്യാസവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നതെല്ലാം നേരത്തെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള എ നോവലിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നോവൽസ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ഹിം അല്ലേ. നേരത്തെ എ നോവൽ പറഞ്ഞപ്പോൾ നമ്മൾ ഹാഡ് ബീൻ തന്നെയാണ് പറഞ്ഞത്. ഫ്യൂച്ചറിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അത് ആക്റ്റീവിലായാലും പാസീവിലായാലും ഒരു വ്യത്യാസമില്ല. സെയിം ഓക്സിലറി വെർബുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും നോവൽസ് വിൽ ബി റിട്ടൺ ബൈ ഹിം, novels will have been written by him, novels must be written by him, novels will be being written by him എന്നുള്ളതാണ്. നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്സിലറി വെർബ് കഴിഞ്ഞൊരു നോട്ട് മാത്രം ചേർത്താൽ മതി. നേരത്തെ നമ്മൾ ഈസ് നോട്ടും ഈസ് നോട്ട് ബീയിങ്ങും ഹാസ് നോട്ട് ബീനും പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ആർ നോട്ടും ആർ നോട്ട് ബീയിങ് ഹാവ് നോട്ട് ബീനും ആണ് പറയുന്നത്. എങ്ങനെ പറയും നോവൽസ് ആർ നോട്ട് റിട്ടൺ ബൈ ഹിം, നോവൽസ് ആർ നോട്ട് ബീയിങ് റിട്ടൺ ബൈ ഹിം, നോവൽസ് ഹാവ് നോട്ട് ബീൻ റിട്ടൺ ബൈ ഹിം. പാസ്റ്റ് വരികയാണെങ്കിൽ നോവൽസ് വെയർ നോട്ട് റിട്ടൺ ബൈ ഹിം, novels were not being written by him, novels had not been written by him.
നമ്മൾ ഫ്യൂച്ചർ വരെയാണെങ്കിൽ വില്ല് കഴിഞ്ഞും അതുപോലെ തന്നെ മസ്റ്റ് കഴിഞ്ഞും നോട്ട് മാത്രം ചേർത്താൽ എന്താണ് ആ സെന്റൻസുകൾ നെഗറ്റീവായി മാറി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോവൽസ് വിൽ നോട്ട് ബി റിട്ടൺ ബൈ ഹിം, നോവൽസ് വിൽ നോട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം, നോവൽസ് മസ്റ്റ് നോട്ട് ബി റിട്ടൺ ബൈ ഹിം, നോവൽസ് വിൽ നോട്ട് ബി ബീങ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നേരത്തെ സിംഗുലർ ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്, അവിടെ നമ്മൾ ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റ് പറയുക എന്നുള്ളതാണ്. ഇവിടെ അതേ മെത്തേഡ് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവുമില്ല. ആർ നോവൽസ് റിട്ടൺ ബൈ ഹിം എന്നുള്ളതാണ്. നേരത്തെ ഈസ് എ നോവൽ എന്നുള്ളിടത്ത് ഇവിടെ ആർ നോവൽസ് എന്നായി മാറി എന്ന് മാത്രം. ആർ നോവൽസ് റിട്ടൺ ബൈ ഹിം അല്ലേ, ഒരു ചോദ്യചിഹ്നം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ചോദ്യം, അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അടുത്ത എന്താണ് ആർ നോവൽസ് ബീങ് റിട്ടൺ ബൈ ഹിം, ഹാവ് നോവൽസ് ബീങ് റിട്ടൺ ബൈ ഹിം. ഇനി പാസ്റ്റ് വരികയാണെങ്കിൽ were novels written by him, were novels being written by him, had novels been written by him. ഫ്യൂച്ചർ വരികയാണെങ്കിൽ വില്ല് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് പറയുക എന്നുള്ളതാണ്. വിൽ നോവൽസ് ബി റിട്ടൺ ബൈ ഹിം, വിൽ നോവൽസ് ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം, മസ്റ്റ് നോവൽസ് ബി റിട്ടൺ ബൈ ഹിം, വിൽ നോവൽസ് ബി ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പാസീവ് വോയിസ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ എസ്1 ക്വസ്റ്റ്യൻസിൽ പറയേണ്ടത്. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലൂറലായിട്ട് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം പാസീവ് വോയിസ് വളരെ എളുപ്പമാണ്, വെർബിന്റെ ഒരു വിഷയമല്ല, വെർബ് എന്ത് തന്നെയാലും V3 ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് ഈ 5 ടെൻസുകളിൽ മാത്രം എന്താണ് വ്യത്യാസം വരും. ഇപ്പൊ സിംഗുലർ ആണെങ്കിൽ ഈസും, ഈസ് ബീങ്, ഹാസ് ബീനും, അതുപോലെ വാസും, വാസ് ബീങ് വരും. പ്ലൂറൽ ആണെങ്കിൽ അവിടെ എന്താണ് ആറും, ആർ ബീങ്ങും, ഹാവ് ബീനും, വേറും, വേർ ബീങ്ങും വരും. ബാക്കി ഒരു സ്ഥലത്തും ഒരു വ്യത്യാസവും ഇല്ല, അതേപോലെ എഴുതിയാൽ മതി, വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം ഒറ്റ സ്ട്രെച്ചിൽ. Novels are written by him, novels are being written by him, novels have been written by him, novels were written by him, novels were being written by him, novels had been written by him, novels will be written by him, novels will have been written by him, novels must be written by him, novels will be being written by him. Novels are not written by him, novels are not being written by him, novels have not been written by him, novels were not written by him, novels were not being written by him, novels had not been written by him, novels will not be written by him, novels will not have been written by him, novels must not be written by him, novels will not be being written by him, are novels written by him, are novels being written by him, have novels been written by him, were novels written by him, were novels being written by him, had novels been written by him, will novels be written by him, will novels have been written by him, must novels be written by him, will novels be being written by him. അപ്പോൾ ഇതാണ് പാസ്റ്റ് വോയിസുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ളതും പ്ലൂറൽ ആയിട്ടുള്ളതുമായ സെന്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഈ പ്രാക്ടീസ് സെക്ഷൻ 3-ൽ ഒരുമിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. ഈ പറയുന്ന വെർബ് മാത്രമല്ല, പല വെർബുകളും അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റ് സിംഗുലറും പ്ലൂറലൊക്കെ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെന്റൻസുകൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ ആബ്സ്ട്രാക്ട് വെർബുകളിൽ എന്താണ് മിസ്റ്റേക്ക് ഉണ്ടാകില്ല, സെന്റൻസിന്റെ സ്ട്രക്ചറിൽ മിസ്റ്റേക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇനി നമ്മൾ ഈ പഠിച്ച ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമുക്ക് ഒരുമിച്ച് ഒരു സ്ട്രെച്ചിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അത് നമുക്ക് ആക്റ്റീവ് വോയിസ് പറഞ്ഞു നോക്കാം, അത് കഴിഞ്ഞ് പാസീവ് വോയിസ് പറയാം, പിന്നെ നോൺ ആക്ഷൻ പറയാം. ഇവിടെ എടുക്കുന്ന സബ്ജക്റ്റ് നമ്മൾ ദേ ആണ്, അതുപോലെ തന്നെ വെർബ് എന്ന് വെച്ചാൽ ബ്രേക്ക് ആണ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ആ ഓർഡറിൽ നെഗറ്റീവും ക്വസ്റ്റ്യൻസും പറഞ്ഞാണ് നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം നമ്മൾ ആക്റ്റീവ് വോയിസിൽ പ്രസന്റ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമുക്കറിയാം സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സിംഗുലർ ആണെങ്കിൽ എസ് ഓർ എസ് ചേർക്കും വെർബിന്റെ കൂടെ, അല്ലെങ്കിൽ വെർബിന്റെ V1 ആണ് അല്ലേ. They break the window, they are breaking the window, they have broken the window, they have been breaking the window, they broke the window, they were breaking the window, they had broken the window, they had been breaking the window, they will break the window, they will be breaking the window, they will have broken the window, they will have been breaking the window. They do not break the window, they are not breaking the window, they have not broken the window, they have not been breaking the window. They did not break the window, they were not breaking the window, they had not broken the window, they had not been breaking the window. They will not break the window, they will not be breaking the window, they will not have broken the window, they will not have been breaking the window. Do they break the window? Are they breaking the window? Have they broken the window? Have they been breaking the window? Did they break the window? Were they breaking the window? Had they broken the window? Had they been breaking the window? Will they break the window? Will they be breaking the window? Will they have broken the window? Will they have been breaking the window?
ദേ ബ്രേക്ക് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം ഒബ്ജക്റ്റ് ദ വിൻഡോ ആണ് അല്ലേ. പാസീവ് വോയിസ് നമ്മൾ ഒബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വെർബിന്റെ V3 മാത്രം ഉപയോഗിക്കും. എന്താണ് ബ്രോക്കൺ എന്നുള്ളത്. ദേ എന്നുള്ളത് പാസീവ് വോയിസ് വരുമ്പോൾ എന്താണ് ദമ്മായി മാറും അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? The window is broken by them. The window is being broken by them. The window has been broken by them. The window was broken by them. The window was being broken by them. The window had been broken by them. The window will be broken by them. The window will have been broken by them. The window must be broken by them. The window will be being broken by them. The window is not broken by them. The window is not being broken by them. The window has not been broken by them. The window was not broken by them. The window was not being broken by them. The window had not been broken by them. The window will not be broken by them. The window will not have been broken by them. The window must not be broken by them. The window will not be being broken by them. Is the window broken by them? Is the window being broken by them? Has the window been broken by them? Was the window broken by them? Was the window being broken by them? Had the window been broken by them? Will the window be broken by them? Will the window have been broken by them? Must the window be broken by them? Will the window be being broken by them? ഇനി നമുക്ക് നോൺ ആക്ഷൻ സെന്റൻസിൽ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസും എങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പറയാമെന്ന് നോക്കാം. ഹി ഈസ് എ ഡോക്ടർ. ഹി ഹാസ് എ കാർ. ഹി വാസ് എ ഡോക്ടർ. ഹി ഹാഡ് എ കാർ. ഹി വിൽ ബി എ ഡോക്ടർ. ഹി വിൽ ഹാവ് എ കാർ. ഹി വുഡ് ബി എ ഡോക്ടർ. ഹി വുഡ് ഹാവ് എ കാർ. ഹി വുഡ് സ്റ്റഡി വെൽ. ഹി വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ഹി ഈസ് നോട്ട് എ ഡോക്ടർ. ഹി ഡസ് നോട്ട് ഹാവ് എ കാർ. He was not a doctor. He did not have a car. He will not be a doctor. He will not have a car. He would not be a doctor. He would not have a car. He would not study well. He would not have studied well. Is he a doctor? Does he have a car? Was he a doctor? Did he have a car? Will he be a doctor? Will he have a car? Would he be a doctor? Would he have a car? Would he study well? Would he have studied well? ഈ നോൺ ആക്ഷൻ സെന്റൻസ് പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ചുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ദേ ആർ ഡോക്ടേഴ്സ്. ദേ ഹാവ് എ കാർ. ദേ വെയർ ഡോക്ടേഴ്സ്. ദേ ഹാഡ് എ കാർ. ദേ വിൽ ബി ഡോക്ടേഴ്സ്. ദേ വിൽ ഹാവ് എ കാർ. ദേ വുഡ് ബി ഡോക്ടേഴ്സ്. ദേ വുഡ് ഹാവ് എ കാർ. ദേ വുഡ് സ്റ്റഡി വെൽ. ദേ വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. ദേ ഡോണ്ട് ഹാവ് എ കാർ. They were not doctors. They did not have a car. They will not be doctors. They will not have a car. They would not be doctors. They would not have a car. They would not study well. They would not have studied well. Are they doctors? Do they have a car? Were they doctors? Did they have a car? Will they be doctors? Will they have a car? Would they be doctors? Would they have a car? Would they study well? Would they have studied well? അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ എന്താണ് ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും നോൺ ആക്ഷൻ ആയാലും അതിലെ പോസിറ്റീവ് സെന്റൻസുകളും നെഗറ്റീവ് സെന്റൻസുകളും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർബുകൾ ഇതിനകത്ത് എന്താണ് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന്റെ രൂപം മാത്രമേ മാറുകയുള്ളൂ. ബാക്കി എന്താണ് സെന്റൻസിന്റെ സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻസിലായാലും എന്ന് പ്രത്യേകം എന്താണ് ഓർമ്മിക്കുക. ഈ പ്രാക്ടീസ് സെഷൻ 3 നല്ലതുപോലെ മനസ്സിലാക്കുകയും നല്ലതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ പ്രാക്ടീസ് മെത്തേഡ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ കൂട്ടുകാർക്ക് എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.